ശാരീരിക വെല്ലുവിളികൾ മറന്ന് കായലും കടലും തുഴഞ്ഞു കയറി പുതിയങ്ങാടി സ്വദേശി ഏണ്ടിയിൽ റഫീഖ. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഇദ്ദേഹം സുൽത്താൻ തോട്ടിൽ നിന്നും കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് നടത്തിയ സാഹസിക കയാക്കിംഗ് യാത്ര ശ്രദ്ധേയമായി. തന്റെ ശാരീരിക അവശതകളോട് മല്ലടിച്ചുകൊണ്ട് പുതിയങ്ങാടി സ്വദേശി റഫീഖ ഏണ്ടിയിൽ തുഴയെറിയുകയാണ്. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സുൽത്താൻ തോട്ടിൽ നിന്നും കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് ഇദ്ദേഹം സാഹസിക യാത്ര നടത്തിയത്. ശാരീരികവും മാനസികവുമായ അവശതകളുമായി വിധിയെ ശപിച്ച ഇരുളറയിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരല്ല ഭിന്നശേഷിക്കാരെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം തനിച്ച് കയാക്ക് തുഴഞ്ഞത്. മുൻപും നിരവധി സാഹസിക പ്രവർത്തികൾ ചെയ്തിട്ടുള്ള റഫീഖ് നീന്തൽ കയാക്കിംഗ് മത്സരങ്ങളിൽ ദേശീയ തലത്തിൽ പ്രശസ്തയായ സ്വാലിഹയുടെ പിതാവ് കൂടിയാണ്. സാഹസികതയെ പരിപോഷിപ്പിക്കുക, പിന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യമുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഒരു ഭിന്നശേഷിക്കാരെന്നുള്ള നിലയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭിന്നശേഷിക്കാരെന്നുള്ള നിലയിൽ ഞാൻ ഒരുപാട് അവഗണനകൾ സമൂഹത്തിൽ നിന്നും മറ്റുള്ളിടത്തായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ട് നേരിടേണ്ടുന്ന ഏറ്റവും ക്രൂരമായിട്ട് നേരിടേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ട്രൈ ചെയ്തപ്പം ഞാൻ ടെസ്റ്റ് പാസ്സായി, 4 വീൽ കാർ പാസ്സായതിനു ശേഷം അടുത്ത ബൈക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ കാല് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം അന്ന് എൻ്റെ ലൈസൻസ് അവിടെ ബാൻ ചെയ്തു. എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ലൈസൻസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരുപാട് ഡോക്ടറെ അടുത്ത് പോയി, ആരും തരാൻ തയ്യാറായില്ല. അന്ന് അവർ പറഞ്ഞത്, ഒരു 6 വയസ്സുള്ള കുഞ്ഞ് കാർ ഓടിച്ചാൽ ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല, അതുപോലെ നിങ്ങൾ 50% ഡിസബിലിറ്റിയുള്ള ഒരാൾക്ക് വണ്ടി ഓടിച്ചാൽ അംഗീകരിക്കാൻ പറ്റില്ല, അത് മിറാക്കിൾസ് ആണെന്ന് പറഞ്ഞ് എന്നെ കൈയൊഴിയുക ചെയ്തത്. അവസാനം ഞാൻ നിയമപോരാട്ടം നടത്തി ഞാൻ ലൈസൻസ് നേടി. ആ ലൈസൻസ് നേടിയതിനു ശേഷം ഞാൻ ചെയ്തത് പാരാസെയിലിംഗ് കൺട്രോളർ, അതേ വണ്ടി ഉപയോഗിച്ചിട്ട് ആകാശത്തിൽ ആൾക്കാരെ പറത്തുന്ന പാരാസെയിലിംഗ് കൺട്രോളർ സർട്ടിഫിക്കറ്റ് എടുത്തു. പിന്നെ പാരാഗ്ലൈഡിങ് പഠിച്ചു, പിന്നെ റോക്ക് ക്ലൈംബിങ്, പിന്നെ കയാക്കിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇത് ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. പഴയങ്ങാടി സുൽത്താൻ കനാലിൽ പ്രകാശ് വാടിക്കൽ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിസാഹസ്യമായി നേരിട്ടുകൊണ്ട് എല്ലാ ശേഷികളുമുള്ള ആളുകൾക്ക് കൂടി മാതൃകയാകുന്ന വിധം റഫീഖ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കുഞ്ഞുനാളിൽ സൈക്കിൾ സവാരി നടത്തുന്നത് മുതൽ ഡ്രൈവിംഗ് തുടങ്ങി റഫീഖിൻ്റെ ജീവചരിത്രം നാളത്തെ ഒരു ലോകചരിത്രമായി. ഡോക്ടർ ചാൾസൻ ഏഴിമല, രജീഷ് കുളങ്ങര, കെ മനോജ്, കമാൽ റഫീഖ്, ദിലുരാജ്, കെ പി ശാലിനി, ടി എസ് വിനോദ്, ചായ മുഹമ്മദ് അലി, പി കെ സാദിഖ്, അനസ് അബ്ദുൽ കരീം, കെ വി ഫൈസൽ, ടി നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.